ഹലോ, ഇന്ന് നമുക്ക് പച്ച ചീര വെച്ചിട്ടൊരു തോരനാക്കിയാലോ. ചീരയുടെ ഇല മാത്രം എടുത്ത് തണ്ട് മാറ്റിയിട്ട് നന്നായി കഴുകിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഈ ചീര ട്രാൻസ്ഫർ ചെയ്യുക. അതിലേക്ക് നമ്മൾ ഇച്ചിരി വെള്ളം ഇതുപോലെ ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി വെള്ളം എടുത്ത് ഒഴിക്കാൻ പാടില്ല. ഒന്നിങ്ങനെ തളിച്ചു കൊടുത്തിട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കുക. ബാക്കി ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ടാൽ മതി. ചീര എന്തായാലും ഇങ്ങനെ ചൂടാവുമ്പം കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞു വരുമല്ലോ. അപ്പം ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ഉപ്പൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് നമ്മളൊരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ആ സമയത്തേക്ക് നമ്മൾ തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇതുപോലെ കല്ലിലിട്ട് ഒന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ നമ്മൾ ഇതാണ് ചീരയിലേക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സമയത്ത് ചീര കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. അതിലേക്ക് ഈ ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചീര റെഡിയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ തൂവി കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റിയായ ചീര റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. ബൈ.